വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പം ഇന്നെന്താ പരിപാടി? ഞങ്ങൾ ഞായറാഴ്ച കായപ്പോൾ പൊന്നൂസ് കുറേ ആയി കടപ്പുറത്ത് പോകണം, കടൽക്ക് പോകണം എന്ന് പറയും. ഇതെന്താ പറഞ്ഞത്? കടൽപ്പാലം വന്നിട്ടുണ്ടാ. എന്തായാലും പറ്റുകയാണെങ്കിൽ കാരണം അവിടെ നല്ല തിരക്കാണ്. കടപ്പുറത്തിൻ്റെ പഴയ ഒരു ആംബിയൻസ് കിട്ടണമെങ്കിൽ ആള് പറഞ്ഞ സ്ഥലത്തേക്ക് ഈ തോണി വള്ളങ്ങളൊക്കെ ഇങ്ങനെ ഈ മലത്തി കിടത്തിക്കുന്ന സ്ഥലത്ത് എത്തണം. എന്നാലേ ഈ നമ്മൾ തോണിയൊക്കെ കൗത്തി കിടത്തിയ സ്ഥലത്ത് എത്തിയാലേ ഈ കടലിന്റെ പഴയ ആംബിയൻസ് ഉണ്ടാവുള്ളൂ. ഇവിടെ ഞങ്ങളിവിടെ എത്തിയപ്പോ തന്നെ 5 മണിയാക്കണം. എത്ര സമയം എന്തായി? എന്ത് പോകണ്ടേ? സമയം എന്തായി നോക്കാം. 5:24 ആയിരിക്കണ സമയം. നമുക്കൊരു 6-6:30 ആകുമ്പോ പോകുമ്പോൾ കേട്ടാ. ഇരുട്ടാനൊന്നും കാത്ത് കണ്ട. നമുക്ക് സൺസെറ്റ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് തിരിക്കണം. ഒരാളിവിടെ കക്കത്തോട് ഇറക്കി നടക്കുകയാണ്. മീൻകുയിലിടാനാടാ. അപ്പം ഞങ്ങൾ ഒട്ടുംപുറം കടപ്പുറത്ത് കൂടി ഇങ്ങനെ ഉലാത്തുകയാണ്. പ്രായഭേദമന്യേ അങ്ങനെ പറയല്. പ്രായഭേദമന്യേ കടല് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ഞങ്ങൾ അവിടുന്ന് വാങ്ങിക്കൊടുന്ന. അവിടുന്ന് വാങ്ങണമെങ്കിൽ ചിലപ്പോൾ 5 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരും. പൈസ ലാഭിക്കുക. അവിടുന്ന് ആകുമ്പോഴേ നമ്മളെ കടയിൽ നിന്ന് ആകുമ്പോൾ 5 രൂപ കുറയും. കായ് ആകുമോ? കായ് ലാഭിക്കണമെന്ന്. എന്താ പടക്കം പൊട്ടണം? തിരമാല പടക്കം പൊട്ടുന്ന മാതിരി പോട്ടു. ഇവിടെ ബ്രെഡ് ടു ബി ഫോട്ടോഷൂട്ട് എടുക്കണ്ട. കടലിറങ്ങണോ? ഇറങ്ങണ്ടല്ലോ. ഇനിയിപ്പോൾ നേരണ്ട, സമയമില്ല. ഞങ്ങൾ എവിടെയാന്നാ? കടലെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെവിടെയാന്നാ കേട്ടത്? കടലക്കച്ചവടക്കാരനാ. ആയിക്കോ. ഞായറാഴ്ച ആയതുകൊണ്ട് ഇറങ്ങിയതാ അല്ലെ? എല്ലാ ദിവസവും ഉണ്ടാവില്ല? സ്കൂളിട്ട് കണ്ട? ഈ പ്രായത്തിൽ സമ്പാദ്യശീലം നല്ലതാണ്. എത്ര 8 രൂപ? 8 അങ്ങനെ 2. അപ്പോൾ അവൻ്റെ അടുത്ത് നമ്മളൊരു 2 പാക്കറ്റ് കടല വാങ്ങി. നമ്മൾ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ ചെറുപ്പത്തിൽ കടല ഇട്ടിക്കണ്. മണിക്കടല പേരിന്ന് വറുത്തുക്കാണ്ട് മറ്റേ മരുന്നിൻ്റെ മൂടി ഉണ്ടാവില്ലേ, അത് ഒരു മൂടിക്ക് 50 പൈസ. അതുപോലെ ഐസ് ഇട്ടിക്കണ്. വെന്നിവരുന്ന ഐസ് വാങ്ങിക്കാണ്ട് തലമ എത്തിക്കാണ്ട് ഇങ്ങനെ നടന്നു വരും. അതേമാതിരി മാതളാരങ്ങ മാതളാരങ്ങല്ല എന്തെങ്കിലും പറയല്. ഞങ്ങൾ പാതോളിയരങ്ങാന്ന് അറിയും. പാതോളിയരങ്ങ അറിയും. അത് അടുത്തുള്ള വീട്ടിൽ നിന്ന് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കാണ്ട്, അന്ന് 5 രൂപ കൊടുത്ത് വാങ്ങിക്കാണ്ട് അതിങ്ങനെ ചൊള ഇരുന്നിക്കാണ്ട് അങ്ങനെ വിറ്റിക്കണേ. അതൊക്കെ ഒരു കാലം. പിന്നെ ചെറുപ്പത്തിൽ ഞാൻ പീടിക കച്ചവടം ചെയ്തിക്കണേ. പെരൻ്റെ മുന്നിൽ മതിലുമ്മ 2 കൊല്ലൊക്കെ ഇങ്ങനെ വെച്ചിക്കാണ്ട് അങ്ങനെയൊക്കെ വെച്ചിക്കണേ. അതൊക്കെ ഒരു രസം ആ കാലത്ത്. അന്ന് തന്നെ നമുക്കിങ്ങനെ കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കാന്ന് പറഞ്ഞ ഒരു രസമായിരുന്നു. അതൊക്കെ പോയി. ഇപ്പോൾ ലാഭം ഉണ്ടാക്കലൊന്നുമില്ല. ഒക്കെ നഷ്ടം തന്നെ ഉള്ളൂ. അല്ലല്ല ഇൻഷാല്ല അത്ര റെഡിയാവും. കടല കടപ്പുറത്ത് കടല കുറച്ച അത് എങ്ങനെയില്ലേ? ഇത് വേറെ പോയാ രസമില്ലാത്ത പോയാ. എന്നാ അതിട്ട് കൊടുത്തോളാം ട്രൗസറ്. എന്നാ അയച്ചാളാ അത് നനിയും അയച്ചാളാ. അപ്പൊ ഞങ്ങൾ കടലിൽ ഇറങ്ങിയിട്ട് വരാം. വേണ്ട നിങ്ങൾ പോയി പൊന്നുസ
ആ ഡ്രസ് ഒന്ന് പൊന്തിച്ചാളാ, ഡ്രസ് ഒന്നുകൂടി പൊന്തിച്ചാണ്ടി. എന്താ അതാ വലിയ തിരമാലായിരുന്നു, അത് ഇവിടെ എത്തുമ്പോ ചെറുതാവും. ആ കഴിഞ്ഞു. ഒന്നായിട്ട് നാനിട്ടാ ഞങ്ങളോളെ വെള്ളത്തിൽ അങ്ങനെ ഇറക്കലില്ല. എന്നാളെ വന്നപ്പോഴൊന്നും ഇറക്കിയിട്ടില്ല, മുണ്ടൊന്നും കൊണ്ടുവരില്ല. അപ്പൊ ഒന്നായിട്ട് നഞ്ഞ് പോകേണ്ടി വരില്ലേ. അപ്പൊ ഇന്ന് ഏതായാലും ഓള് മുണ്ടൊക്കെ എടുത്തുകാണ്ട് കവറിലൊക്കെ വെച്ചിട്ട് ഞാൻ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങുന്നൊക്കെ പറഞ്ഞുകാണ്ട്, കടലിൽ ഇറങ്ങുന്നൊക്കെ പറഞ്ഞുകാണ്ട്. ഇരിക്കല്ല എന്താ എന്താ ഇത് ആയിഷാറിംഷനെ വായിച്ചു കളഞ്ഞു. ലഗേജ് പിടിക്കാൻ വേണ്ടി ഒരാള് ലഗേജ് പിടിക്കാൻ വേണ്ടി ഒരാള് ആള് പിടിച്ചോ ഇല്ല. എന്നാ വീഡിയോ എടുക്ക് എല്ലാം കൂടി. ഞാൻ ക്യാമറമാൻ, ഇത് അസിസ്റ്റന്റ് ആണ്. അപ്പൊ അസിസ്റ്റന്റ് ആണ് ഇതൊക്കെ ചെയ്യേണ്ടത്. കളിപ്പാട്ടങ്ങളൊക്കെ കൊടുന്നിങ്ങനെ കളിക്കാൻ കുട്ടിയാണ്. എനിക്ക് കൊടുന്നൂടാ പൊട്ടത്തെ കളിപ്പാട്ടം കൊടുന്നൂടാ. നമ്മൾ വരുമ്പോ സർവ്വസന്നാഹങ്ങളോട് കൂടി വരണം. കളിപ്പാട്ടങ്ങള്, ബോള് അങ്ങനത്തെ ഒക്കെ കൊണ്ടുവരണം. വെളിച്ചം പോയി തുടങ്ങി. നമ്മുടെ അസിസ്റ്റന്റ് എവിടെ? അസിസ്റ്റന്റ് കമോൺ ഇവിടേക്ക് വേൻ നടക്ക്. ഇതിൽ നടക്ക്, അതിൽ നടക്കുമ്പോ കാല് ഇതൊക്കെ വേനാവും. ഞാന് ആരെങ്കിലും കടപ്പുറത്ത് കയറുമ്പോൾ ഈ നനയാൻ പറ്റാത്ത തുകയൊക്കെ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് വരുമോ. കടൽപ്പാലം കണ്ടില്ലേ, പാമ്പ് പോലെ ഇങ്ങനെ അയണ്. വീഡിയോ എടുക്കാൻ പറ്റില്ല, അവിടുന്ന് ചൂടാണ്ട്. അയാൾ വെള്ളത്തിൽ ഇറങ്ങിയത് അറിയാണ്ട് ചൂടാണ്ടില്ലേ. ഇവിടെ സേഫ്റ്റിക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. സെക്യൂരിറ്റി ടൈമിലൊക്കെ അതിൻ്റെ വളണ്ടിയേഴ്സ് ഉണ്ട്. പിന്നെ ലൈഫ് ജാക്കറ്റ് ഉണ്ട്. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് കയറണത്. കയറാ പേടിയാ പേടിയായിട്ടാ. ഒത്തിരി ആൾക്കാരൊക്കെ കയറേണ്ടി ഓരോ കാരണം പറയണ പേടിയായിട്ട്. സംഭവം ശരി തന്നെയാണ്, പക്ഷെ വെളിച്ചമില്ലാത്തതുകൊണ്ടേ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല കയറാൻ. പക്ഷെ ഫ്രീ ആയ ടൈമിൽ വരണം. നമുക്ക് അടുത്ത ഒരു ദിവസം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വരാം. നല്ല വെളിച്ചമുള്ള സമയത്ത് വരണം. ഒരു സമയം 50 ആൾ കയറാം അല്ലേ. സേഫ്റ്റി ഒക്കെ ഓക്കെ അല്ലേ? അതിൻ്റെ അതിൽ നിങ്ങളെ വളണ്ടിയേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? എത്ര മണി വരെയാണ്? 6 മണി വരെ, 6:30 വരെ. അപ്പോൾ 6:30 വരെയാണ് ഇവരെ സമയം. രാവിലെ 9:30 മുതൽ 6:30 വരെ. നമ്മളേതായാലും ഇപ്പോൾ കയറാനും തീരുമാനിച്ചിട്ടില്ല, വെളിച്ചമില്ലാത്തതുകൊണ്ട്. നല്ല തിര ഉണ്ടാകുമ്പോൾ ഒന്നും കൂടി രസം ഉണ്ടാവില്ലേ? പക്ഷേ അതിനൊരു ശ്രദ്ധിക്കണല്ലേ. നിങ്ങളെ ആളുകളൊക്കെ ഉണ്ടാവില്ല ഇല്ല കവളല്ലേ? ലൈഫ് ബോട്ട് ഉണ്ടാവും സൈഡിലൊക്കെ. ലൈഫ് ബോട്ട് ഉണ്ട്. ഇവരെ ഗാർഡ് 5-8 ആൾക്കാർ അതിൻ്റെ മേലെ ഉണ്ടാവും. സേഫ്റ്റി പ്രശ്നമൊന്നും അത്രയില്ല. രാവിലെ 9:30 ടു വൈകുന്നേരം 6:30 വരെയാണ്. അപ്പോൾ രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാല്. 6:30 വരെ ഉള്ളൂ. ഞങ്ങൾക്ക് സമാധാനമായില്ലേ? എന്തായാലും അടുത്ത ദിവസം വന്നുകൊണ്ട് കയറ്റി വന്നേ. ഒരാളിവിടെ പേടിച്ചിരിക്കാണ്. വെളിച്ചം എന്തിനാണ് ആ കൊട? ഒരാള് കുട വേണം, അതൊന്നും വേണ്ടാറിന് നോട്ടെ. ഇതാണ് 50 രൂപേൻ്റെ സാധനം.
ചായ വെക്കില്ല എന്റെ നിങ്ങളെ കറക്റ്റ് പറഞ്ഞല്ലോ. ഇങ്ങനെ കുട ജോലി പോയിക്കാളാം. മറ്റാൾ നോക്കിക്കാണ് കയറാൻ പോതിണ്ടാവും. സമയമില്ല. പോവാ പോവാ അവനുസ പോവാ. ചേച്ചി ഇത് ടിക്കറ്റ് ഏതാ? എവിടെ? അവിടെ അവിടെ എത്തിയിട്ട് വിളിക്കട്ടാ. അവിടെ എത്തിയ വിവരത്തിന് വിളിക്കോണ്ടി. പോണേ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും നമ്മളെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. ഈ വ്ലോഗ് എടുക്കണ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു പുച്ഛമാണോ അതോ മറ്റേ വളർത്താണോ കൊല്ലാനാണോ വളർത്താനാണോ അറിയില്ല. എല്ലാവരും നോക്കി കടപ്പുറത്ത് വന്നാൽ ചാൻഡേഴ്സ് നിർബന്ധമാണ്. പണ്ട് ചാൻഡേഴ്സ് കഴിക്കണമെങ്കിൽ കോഴിക്കോട് കടപ്പുറത്ത് കൊണ്ടിനി. പൊട്ടുമറ വന്നാൽ മതി. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന കാര്യം ചാൻഡേഴ്സ് കഴിക്കാൻ ഇരുന്ന് ഇവിടെ സമയമില്ല. പോവാ. അങ്ങനെ ഞങ്ങളെ കടപ്പുറത്തെ ലാസ്റ്റ് ആക്ടിവിറ്റി ഇനിയൊന്നുമില്ല. ഓ ഐസ്ക്രീമും ചാൻഡേഴ്സും ഒക്കെ പാടെ. ഇന്ന് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഷവർമ്മ പറഞ്ഞില്ല. നേരെ പരിക്ക് പോവാ. അപ്പൊ ഇത്രയുള്ള എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കഴിഞ്ഞിക്കണേ. ഇനിയില്ല ഇന്നത്തെ പരിപാടി കഴിഞ്ഞിക്കണേ. നേരെ പരിക്ക് ഇനി ഇഷ്ടപ്പെട്ട അപ്പൊ ബൈ.